കേരളത്തിൻ്റെ പഴങ്കഥകളിൽ കേട്ട് പഴകിയ ഒരു പേരാണ് കള്ളിയങ്കാട്ട് നീലി. വശ്യസൗന്ദര്യമുള്ള ഒരു യുവതിയുടെ രൂപം സ്വീകരിച്ച് രാത്രികാലങ്ങളിൽ വഴിപോക്കരായ പുരുഷന്മാരെ ആകർഷിച്ച് അവരുടെ രക്തമൂറ്റി കുടിക്കുന്ന ഭീകരരൂപിയായ യക്ഷിയായിരുന്നു നീലി. പഴയ തിരുവിതാംകൂറിൻ്റെ തെക്കേ അറ്റത്തുള്ള പഴകന്നൂർ ദേശത്ത് ജീവിച്ചിരുന്ന അല്ലി എന്ന സുന്ദരിയായ ദേവദാസിയുടെ മകളാണ് നീലിയായി മാറിയത്. ശിവക്ഷേത്രത്തിലെ പൂജാരിയായ നമ്പി എന്ന യുവാവുമായി അവൾ പ്രണയത്തിലായി. നമ്പി പണം മോഹിച്ചാണ് അവളെ വിവാഹം കഴിച്ചതെങ്കിലും അതറിയാതെ അല്ലി നമ്പിയെ അഗാധമായി സ്നേഹിച്ചു. ഒരു ദിവസം നമ്പി തൻ്റെ നാട്ടിലേക്ക് പോകാനായി പുറപ്പെട്ടു. പ്രിയതമൻ്റെ കൂടെ പോകാൻ അല്ലിയും ഒരുങ്ങി. എന്നാൽ വഴിമധ്യേ കള്ളിയങ്കാട് എന്ന വനപ്രദേശത്ത് എത്തിയപ്പോൾ നമ്പി തൻ്റെ ദുഷ്ടത പുറത്തെടുത്തു. അവളുടെ ആഭരണങ്ങൾ മോഷ്ടിക്കാനായി ഒരു കല്ലെടുത്ത് തലയ്ക്കടിച്ച് അവളെ കൊലപ്പെടുത്തി. ആഭരണങ്ങളുമായി നമ്പി ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ വഞ്ചിക്കപ്പെട്ട് ദാരുണയായി കൊല്ലപ്പെട്ട ആ യുവതി ഉഗ്രശാപം പേറി ഒരു യക്ഷിയായി പുനർജനിച്ചു. അതാണ് കള്ളിയങ്കാട്ട് നീലി. ഭീകരശക്തിയോടെ നീലി തൻ്റെ പ്രതികാരം ആരംഭിച്ചു. തൻ്റെ മരണത്തിന് കാരണക്കാരായ നമ്പിയെ നീലി കണ്ടെത്തി കൊലപ്പെടുത്തി. അതോടെ നീലിയുടെ പക അടങ്ങിയില്ല. രാത്രികാലങ്ങളിൽ കള്ളിയങ്കാട്ടിലും പരിസര പ്രദേശങ്ങളിലും ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന പുരുഷന്മാരായിരുന്നു അവളുടെ അടുത്ത ഇരകൾ. നീലിയുടെ ആക്രമണം ഒരു ഗ്രാമത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തി. അപ്പോഴാണ് മാന്ത്രിക ശക്തിയുള്ള കടമത്ത് കത്തനാർ ആ ഗ്രാമത്തിൽ എത്തുന്നതും തൻ്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് നീലിയെ പാലമരത്ത് തളയ്ക്കുന്നതും. ഇതാണ് കേരള ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ കള്ളിയങ്കാട്ട് നീലിയുടെ ഒരു ഐതിഹ്യം.